ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ റൂമിനകത്തുള്ളതുണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. നമ്മുടെ ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ വെച്ചേക്കുന്നുണ്ട് ഇത്രയും ചെടികളിവിടെ. പിന്നെ ഇതിൻ്റെ അടുത്തും രണ്ട് ഇത് നിൽപ്പുണ്ട് കേട്ടോ, ബാമ്പു പ്ലാന്റ് നമ്മളുടെ അക്വേറിയത്തിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ അക്വേറിയത്തിൻ്റെ സൈഡിൽ ഇരുന്നതാണ്. പക്ഷേങ്കിൽ വെയിൽ ആണെങ്കിൽ ഇല്ലാണ്ടുണ്ടല്ലോ, ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നു 20 ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നേണ്ട ഇതിൻ്റെ കളർ നോക്കി, മഞ്ഞ കളറൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിലൂടെ കൊള്ളാൻ വേണ്ടി വെച്ചാണ്. ഇത് നിങ്ങൾക്കറിയാലോ, പീസ് ലില്ലി. ഇത് നല്ല ഇതായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെയുണ്ട്. പക്ഷേ ഇതുമാണെങ്കിൽ കണ്ടോ കരിഞ്ഞൊക്കെ തുടങ്ങിയായിരുന്നു. ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പോയതാണ്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ, നമ്മളുടെ ബാമ്പു നാട്ടിലൊക്കെ നിൽക്കത്തില്ലേ വെളിയിൽ, അങ്ങനത്തെ ബാമ്പുവിൻ്റെ ഇതാണ് കേട്ടോ. വേരൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇത് നാട്ടിൽ നിന്ന് ഞാനിപ്പം വന്നപ്പോൾ കൊണ്ടുവന്ന ആന്തൂരി കേട്ടോ. ഇത് പിടിച്ചു എന്തായാലും. ഇത് ഇൻഡോറായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയാണ്. ഇതിന് രക്തമൊക്കെ വരുന്നുണ്ട്. ഈ പേലയൊക്കെ ആണെങ്കിലോ നമ്മൾ ബാഗിനകത്ത് വെച്ച് കൊണ്ടുവന്നപ്പോൾ ഡാമേജ് ആയതാണ്. അപ്പോൾ നല്ലൊരു രക്തമൊക്കെ പൊട്ടിയിട്ട് വേണം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി. പിന്നെ ഞാനുണ്ടല്ലോ അക്വേറിയത്തിൻ്റെ സൈഡിൽ കണ്ട് ചെറിയ 2-3 നെത്ത് ചുമ്മാ അത് നമ്മളുടെ പഴയ ഉണ്ടല്ലോ, ഇത് പോയതിൻ്റെ ഒരു തണ്ടാണ് ഈ രണ്ടെണ്ണം. അതായത് ബാമ്പു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പോയപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 2 തണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ഒരു എത്തൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇത് കണ്ടോ, ഇത് നാട്ടിൽ ഇപ്പോൾ കൊണ്ടുവന്നതിൽ 2 ഇതാണ്. അതിനും വേരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.